ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ കഥയാട്ടോ പറയാൻ പോകുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മായിയച്ഛൻ സ്വന്തം അക്കൗണ്ടിലേക്ക് കാശ് അയച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് പിന്നെ ഇങ്ങനെ സംശയങ്ങളാണ്. സംശയം വന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല എല്ലാവരും സ്വന്തം മക്കളുടെ പേരിലേക്കല്ലേ കാശ് അയച്ചു കൊടുക്കുന്നത്, പിന്നെന്താ നിൻ്റെ അമ്മായിയച്ഛൻ നിൻ്റെ പേരിലേക്ക് കാശ് അയച്ചു തന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ശ്രുതിക്ക് ബിസിനസ് ചെയ്യാനല്ലേ അച്ഛൻ കാശ് അയച്ചു കൊടുത്തത്, അതുകൊണ്ടാണ് ശ്രുതിയുടെ പേരിലേക്ക് അച്ഛൻ അയച്ചു കൊടുത്തത്, പിന്നെ ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങളൊന്നും വരരുതല്ലോ, അതുകൊണ്ടാണ് ശ്രുതിയുടെ പേരിലേക്ക് അയച്ചത്, അതിനിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ നീ അതൊന്നും കാര്യമാക്കണ്ട, അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, അല്ല അമ്മയ്ക്ക് എന്നെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഓരോ ഉറക്കവും വരത്തില്ലേ, പിന്നെ സച്ചേട്ടൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും ആവശ്യമില്ല, സച്ചേട്ടൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ചെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മറ്റേ സച്ചിൻ പറയുന്നുണ്ട്, അതെ എൻ്റെ ഭാര്യ സ്വന്തമായിട്ട് അധ്വാനിച്ച് എനിക്കൊരു കാർ വാങ്ങി തന്നു, അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം, എങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് അവൾ എനിക്ക് കാർ വാങ്ങി തന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി എന്നിട്ട് ശ്രുതിയെടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്ത് ബുദ്ധിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ വിളിച്ച് പറയുന്നത്, നിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും എന്നൊക്കെ എന്തിനാണ് പറയുന്നത്, അത് ശ്രുതിയെ നാക്ക് പിഴവ് പറ്റിയതാണ്, ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല, ഇനി മേലിൽ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാനായിട്ട് നിൽക്കരുത്, കാശ് ഇനി നീലിമ തന്നെയാണെന്നുകൂടി വിളിച്ച് പറയരുത്, ആ സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സത്യം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അവൻ എന്തോ സംശയമുണ്ട്, നിൻ്റെ വായിൽ നിന്ന് സത്യം അറിയാൻ വേണ്ടിയിട്ട് അവൻ പലതും ചോദിക്കും, വെറുതെ ഓരോന്ന് വിളിച്ച് പറയാനായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല ശ്രുതി, ഞാൻ ഭയങ്കര സ്മാർട്ടല്ലേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയണം. അന്നേരത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ സച്ചിയുടെ വായ അടയ്ക്കാൻ വേണ്ടിയിട്ടേ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെട്ട് നേരെ രേവതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. രേവതിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഹസ്ബൻഡിൻ്റെ എന്താ പ്രശ്നം, ആ സച്ചി എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്, എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ അച്ഛൻ പൈസ അയച്ചു കൊടുക്കും, അതിന് അവൻ എന്താണ്, അവൻ അസൂയാണോ ഞങ്ങൾ നന്നാവുന്നതിലുള്ള, ശ്രുതി ബിസിനസ് ചെയ്യാതെയും അല്ലെങ്കിൽ ജോലിയില്ലാതെ എന്നും ഇങ്ങനെ നടക്കണമെന്നാണോ അവൻ്റെ ആഗ്രഹം, ഇങ്ങനെ ഓരോ അസൂയ വെച്ചിട്ടല്ലേ അവനിങ്ങനെ ഞങ്ങളുടെ കാര്യത്തിലെല്ലാം ഇടപെടാനായിട്ട് വരുന്നത്, ഇനി മേലിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിരുന്ന് നീ അവനോടൊന്ന് പറയണമെന്നൊക്കെ പറയാം. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ അടുത്തല്ലേ ചോദിച്ചത്, എപ്പോഴും കാര്യങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അതിന് ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എന്നാൽ ഇനി ചോദിക്കേണ്ട, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാൻ വരുന്നില്ലല്ലോ, അതേപോലെ ഞങ്ങളുടെ കാര്യത്തിൽ ഇനി നീ മേലിൽ ഇടപെടാൻ വരരുതെന്നുള്ളത് അവനോടൊന്ന് പറഞ്ഞ് നീ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ രേവതി ദേഷ്യപ്പെട്ട് നേരെ സച്ചിയെടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടില്ലേ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകരുതെന്ന്, നിങ്ങൾ പിന്നെയും പിന്നെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംശയത്തോടെ അവരോട് ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതുകൊണ്ടല്ലേ അമ്മയുടെയും ശ്രുതിയുടെയും വായിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നത്, ആഹാ ആ പാർലറെടുത്ത് നിന്നോട് വന്ന് ചൂടായോ, അവളെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും സച്ചിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നുണ്ട്. അന്നേരത്തേക്ക് ശ്രുതിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ, ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ പൈസ കിട്ടിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഈ പൈസ കിട്ടിയ കാര്യവും നീ ഓരോ തരികിടകളൊക്കെ കാണിച്ച് വീട്ടിൽ പറയാതിരിക്കുക, ഇതെല്ലാം കൂടെ എങ്ങനെയാടി അവസാനിക്കുന്നത്, അവരെന്തായാലും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ നിന്റെ അവസ്ഥ എന്താവും, എത്ര നാൾ നീ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നിൽക്കും എന്നൊക്കെ പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഭാവിയിലേക്കുള്ള കാര്യങ്ങളെ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുക അത് തന്നെ ഉള്ളൂ, ഈ കാശ് എൻ്റെ അച്ഛൻ അയച്ചു എന്ന് പറഞ്ഞതിന് ശേഷമേ ആ അമ്മായിയമ്മ എന്നോട് എത്ര നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്ന് നിനക്കറിയാമോ, നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അത് എത്ര നാൾ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്, എടി ഇനി മുന്നോട്ട് പോയി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലുവേ ശ്രുതി എൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ ഞാൻ അവനെ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിനെ ഭീഷണിപ്പെടുത്തി ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുമല്ലോ പൈസ അടിച്ചു മാറ്റാനായിട്ട്, അയാൾ വീണ്ടും വരുന്നുണ്ട് ശ്രുതിയുടെ അടുത്തേക്ക്. എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കാശ് തരണം, ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു, മര്യാദയ്ക്ക് എനിക്ക് കാശ് തരണം എന്നൊക്കെ പറയുന്നുണ്ട്, കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ എല്ലാ സത്യങ്ങളും ഞാൻ പോയിട്ട് നിൻ്റെ വീട്ടിൽ ചെന്ന് വിളിച്ച് പറയുമെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ കാശ് തരാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതി നേരെ ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയെങ്കിലും ശ്രുതിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കള്ളത്തരമൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ട് നോക്കുവാണ്. കാരണം അയാൾക്ക് പൈസ കൊടുക്കണമല്ലോ, പൈസ കൊടുത്താലേ അയാൾ ഒന്നും പറയാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രുതി ആലോചിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.